എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലെ പുതിയൊരു സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പര്യായ പദങ്ങളാണ്. ഒരു പദത്തിന് അതിൻ്റെതായ അർത്ഥം കാണിക്കുന്ന മറ്റ് പദങ്ങൾ വരുമ്പോഴാണ് പര്യായ പദം എന്ന് പറയുന്നത്. അരയന്നത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഹംസം, മരാളം, ചക്രാംഗം, ജലപാതകം, ശ്വേതഗരുതം എന്നിവ. ഇതിൽ ഹംസം എന്ന പദം എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള പദമാണ് അല്ലേ? അതോടൊപ്പം തന്നെ മരാളം ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. മരാളം എന്നൊരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മൃദുവായ, ലോലമായ എന്നൊക്കെ അർത്ഥമുണ്ട്. അതോടൊപ്പം ഇതിന് മേഘം എന്ന് മറ്റൊരു അർത്ഥതലവും കൂടിയുണ്ട്. അപ്പോൾ അരയന്നം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അല്ലെ, ഈ എല്ലാ ഗുണങ്ങളും കൂടെ ചേർന്ന, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഒരു ഭാവങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ദൈവിക സങ്കല്പമാണ് അരയന്നം. അടുത്ത പദമാണ് ചക്രാംഗം. ചക്രാകാരമായ അംഗത്തോടു കൂടിയ എന്നർത്ഥം വരുന്നതാണ് ചക്രാംഗം. അതായത് നിങ്ങൾ സങ്കല്പിക്കുക, അരയന്നം ജലത്തിലൂടെ പോകുന്ന ഒരു വിഷ്വൽ നിങ്ങൾ സങ്കല്പിക്കുക. ആ ഒരു സമയത്ത് ഈ ഒരു അരയന്നത്തിന്റെ ഘടന എങ്ങനെയായിരിക്കും? ഒരു ഏകദേശം ഒരു അർദ്ധചക്ര രൂപത്തിലായിരിക്കും അല്ലേ? അതാണ് ചക്രാംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പര്യായമായി വരുന്ന അടുത്ത പദമാണ് ജലപാതകം. അതായത് ജലത്തിലൂടെ സഞ്ചരിക്കുന്ന എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പര്യായമാണ് ശ്വേതഗരുതം. ഗരുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിറക് എന്നതാണ്. അതായത് ശ്വേതഗരുത്തം എന്നാകുമ്പോൾ വെളുത്ത ചിറകുകളോട് കൂടിയ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് അരയന്നത്തിന്റെ പര്യായ പദങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്ന അരയന്നത്തിന്റെ മറ്റ് പര്യായ പദങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.